ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ വേസ്റ്റ് കോഴ്സസ് ഇൻ UK. ഈ കോഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ പെടും, ഉറപ്പാണ്. വട്ടത്തിലും ചതുരത്തിലും നിന്ന് അവിടെ ഇരുന്ന് കറങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. പെട്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകും, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ നമ്മളൊരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ വന്നതാണ് MSc ടൂറിസം മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്. അതിനകത്ത് കുറച്ച് ലിസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. MSc ടൂറിസം, MSc ഇവന്റ് മാനേജ്മെന്റ്, MSc ഇന്റർനാഷണൽ ഇവന്റ് മാനേജ്മെന്റ്, MSc ഇന്റർനാഷണൽ കോൺഫറൻസ് മാനേജ്മെന്റ്, MSc ഗ്ലോബൽ മാനേജ്മെന്റ്. ഈ ടൂറിസം എടുക്കേണ്ട അതെന്ന് വെച്ചാൽ ഇവിടെ ലോക്കൽസിന് അവർക്ക് കിട്ടും ഈ ടൂറിസം ഇങ്ങനത്തെ മേഖലയിൽ. അപ്പൊ നിങ്ങൾ അവർ സ്പോൺസർ ചെയ്ത് ഒരു പുറം നാട്ടിൽ നിന്നുള്ള ഒരാളെ അവർ ക്യാഷ് കൊടുത്ത് സ്പോൺസർ, അതിന്റെ ഒരു ആവശ്യം വന്നില്ല. ഇവിടെ അല്ലാണ്ട് തന്നെ ലോക്കൽസ് കുറെ പേര് ഈ ടൂറിസം മാനേജ്മെന്റിനൊക്കെ വന്നുണ്ട്. അപ്പൊ ഈ സാധനത്തിന് ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷനിൽ വിസ കിട്ടത്തില്ല. ഓക്കെ, ആ കോഴ്സ് എടുക്കരുത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആർട്സ് ആണ്. ഇപ്പൊ ഈ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഓഫ് കണ്ടംപററി ആർട്സ് പ്രാക്ടീസസ്, ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ്, മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈൻ, മാസ്റ്റേഴ്സ് ഓഫ് പ്രൊഫഷണൽ റൈറ്റിംഗ്, ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻ. ഈ സാധനം ഒന്നും എടുത്തിട്ട് വരാത്. ആർട്സിന് ഇവിടെ സ്കോപ്പ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത പറയാൻ പോകണമെന്ന് മറ്റേ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലും അവിടെ ഇവിടെ എല്ലായിടത്തും ചോദിക്കുന്ന കാര്യമാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എടുത്താൽ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാലിൽ നിങ്ങൾക്ക് ഒരു 3-4 വർഷം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സിലേക്ക് ആടുക. അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 0. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഫ്രഷേഴ്സിനെ വേണ്ട, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി. അപ്പം ഞാൻ കുറച്ച് അതിൻ്റെ കോഴ്സിനെ പറ്റി പറയാം. MSc സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, MSc സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഈ കോഴ്സൊക്കെ എടുത്തിട്ട് ഫ്രഷർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, വിസയും കിട്ടത്തില്ല. ഓക്കെ, എക്സ്പീരിയൻസ് അവർ നോക്കും. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നടക്കിയാല. ഇവിടെ നിന്നിട്ട് PSW കഴിയുമ്പോൾ തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത കാറ്റഗറിയാണ് പിന്നെ ഹിസ്റ്ററിൻ്റെ റിലേറ്റഡ്. നിങ്ങൾക്ക് ഹിസ്റ്ററിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിച്ച് എന്നെ കുറച്ച് അറിവൊക്കെ നേടി ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി പോകണമെന്നുള്ള രീതിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലെന്നുണ്ട് ഇതിനും വലിയ സ്കോപ്പൊന്നുമില്ല. ഞാനപ്പോൾ കോഴ്സിൻ്റെ ഇത് വായിക്കാം. MA ഹിസ്റ്ററി ഓഫ് ആർട്ട്, MA വേൾഡ് ഹിസ്റ്ററി, MA വേൾഡ് കൾച്ചർ, മാസ്റ്റേഴ്സ് ഓഫ് ആർട്ട് ഹിസ്റ്ററി. ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ തേയും. ഓക്കെ, പിന്നെ അടുത്തത് ാണ് സ്പോർട്സ് മാനേജ്മെന്റ്. സ്പോർട്സ് മാനേജ്മെന്റ് ഇവിടെ വലിയ സ്കോപ്പില്ല. ഓക്കെ, ഞാൻ എന്തായാലും കോഴ്സിന്റെ ലിസ്റ്റ് വായിക്കാം. MSc സ്പോർട്സ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ സ്പോർട്സ് മാനേജ്മെന്റ്. ഓക്കെ, എടുക്കരുത്, വലിയ കാര്യമൊന്നുമില്ല. അടുത്താണ് മറ്റേ ഡിസൈനിങ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങും ലക്ഷറി ബ്രാൻഡ്സിന്റെ ഒക്കെ. അതിനും ഇവിടെ അവർ ലോക്കൽസിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യണം. അപ്പോൾ അത് എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു പോകണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിലൂടെ പറഞ്ഞു തന്നെ കേട്ടോ ഇതൊക്കെ. ഞാൻ അവിടെ കുറച്ച് പേരോട് ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ മനസ്സിലായ കുറേ കോഴ്സൊക്കെയാണിത്. ഇതിനകത്ത് വരുന്നത് വെച്ചാൽ MA ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ്, MSc ഇന്റർനാഷണൽ ഫാഷൻ റീറ്റെയിലിംഗ്, മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ഇൻ കോപ്പറേറ്റീവ് ബ്രാൻഡ് മാനേജ്മെന്റ്. ഈ സാധനമൊന്നും എടുക്കരുത്, നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഇനി ഏതെങ്കിലും നിങ്ങളുടെ ഏജൻസി പറയുവാണെങ്കിൽ ഓടിക്കോളാൻ പറയണം കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ലൈക്ക് MBA, IBM എടുക്കരുത്. അവർക്ക് ഫ്രഷേഴ്സിനെ വേണ്ട. നിങ്ങൾക്കൊരു 3+ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. പ്ലസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സ്കില്ലുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യും. അപ്പോൾ ഫ്രഷറായിട്ട് നമ്മൾ കയറുമ്പോൾ എല്ലാവരും സ്റ്റുഡൻസും ഫ്രഷർ. ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അവിടെ ഗ്രാജുവേറ്റ് ആയി എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് നേരെ വന്നിട്ട് മാസ്റ്റർ ഡിഗ്രി ഇതെടുക്കുന്നു, പിന്നെ നേരെ ജോബ് കിട്ടാൻ വേണ്ടി നോക്കുന്നു, കിട്ടണില്ല, പിന്നെ വേറെ വിസയിലോട്ടൊക്കെ ചാടുന്നു. അങ്ങനത്തെ കുറേ അവസ്ഥയാണ്. അപ്പോൾ ആ വിസയും കിട്ടാനില്ല, കുറച്ച് ടൈറ്റാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ സാധനം എടുക്കരുത്. അപ്പോൾ ഏജൻസിയൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി വീഴരുത്. അല്ലെന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടേ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് എടുത്ത് നല്ല ഫീൽഡിലായിട്ട് കയറാൻ പറ്റും. അന്നൊട്ടേ മാത്രം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എടുത്താൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഴ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏജൻസി നിങ്ങളോട് പറയുവാണെങ്കിൽ ഇതിനകത്തോട്ടൊന്നും പോയി ചാടരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്. വിസയൊക്കെ കിട്ടാൻ കുറച്ച് പാടാന്ന് വെച്ചാൽ കുറേ പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഒരു മാക്സിമം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഈ UK എന്ന് പറയുന്നത് തന്നെ അവർ ഫ്രഷേഴ്സിനെ അല്ല ഇതിന്റെ ജോബ് മാർക്കറ്റ് എടുക്കണം. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഇതുള്ളൂ. ഇവിടുത്തെ ജോബ് മാർക്കറ്റിലാണെങ്കിലും ഒരു സ്ഥാനമുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. അത് കാരണം നിങ്ങൾ ഈ ഇപ്പോൾ ഇങ്ങനത്തെ കോഴ്സൊന്നും എടുത്ത് വരരുത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എയിം വേറെയാണ്. ലൈക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് വരിക, എന്നിട്ട് ഈ 2 ഇയർ സ്റ്റേ ബാക്കിൽ വേറെ കുറച്ച് ബിസിനസ്സോ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ചിലവർ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു വിസ എടുത്തിട്ട് വന്ന് കെയർ ഹോമിന്റെ വിസയിലോട്ടൊക്കെ ചാർന്നിട്ട് അങ്ങനത്തേക്ക് ഇതൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാനാണ് നല്ല കോഴ്സ് എടുത്തിട്ട് വരിക. അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വന്ന് ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അത് കാരണം ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് കിട്ടിയ കോഴ്സാണിത്. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട് വരരുത്, നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ട് അറിഞ്ഞ് വരിക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.